ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസൊക്കെ ഇട്ടുള്ളൊരു മാഗിയാണ്. അപ്പോൾ ചായയൊക്കെ അവിടെ തിളയ്ക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു ഇച്ചിരി സവാളയൊന്ന് വഴറ്റി, അതിന് ശേഷം കുറച്ച് ബീൻസ്, ക്യാരറ്റ്, മട്ടർ ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ അകത്ത് മാഗിക്കകത്തുള്ള പൊടികളല്ലാതെ തന്നെ ഞാൻ ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ വെച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി വേണമെങ്കിൽ ചിലപ്പോൾ ചേർക്കും, പിന്നെ ഗരം മസാല. എന്നിട്ട് പിന്നെ അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് കുറച്ച് നേരം ഇട്ടൊന്ന് വേവിക്കും. അത് കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഈ മാഗിക്കകത്ത് പാക്കറ്റിലെ പൊടികളും ഇട്ടിട്ട് മാഗീൻ്റെ അകത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുവേ. അപ്പം ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ പീനട്ട് ഇട്ടിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് ടോസ്റ്റ് ചെയ്തങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ മാഗി ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്, ഞാൻ അതവിടെ അടച്ചിടും. അപ്പോൾ ടിഫിനൊക്കെ അവർക്ക് റെഡിയായി. പിന്നെ മാഗി എല്ലാവർക്കും എടുത്ത് കൊടുത്ത് പിന്നീടാണ് ഓർത്തത് വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചായിരുന്നു, അരിയൊക്കെ ഇട്ടു. അപ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പോൾ അതൊന്നെടുത്ത് കൂടക്കകത്തിട്ടിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാനൊന്ന് പൊളിച്ച് അപ്പച്ചന് കൊടുക്കട്ടെ. നല്ല നീരുള്ള ഓറഞ്ചാണ്, നല്ല മധുരമുണ്ട്. അപ്പം ജിയോ മാർട്ടിൽ കുറച്ച് സാധനം ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ സാധനം വന്നു. നമുക്ക് ജിയോ മാർട്ടിൽ ചില സമയത്ത് 5 രൂപയ്ക്ക് 1 കിലോ സവാള കിട്ടും. അപ്പം കഴിച്ച് സിസറിൻ്റെ അത് ഒടിഞ്ഞു പോയി, ഇനി പുതിയ സിസർ വാങ്ങിക്കണം. അപ്പം സവാള 5 രൂപയ്ക്ക് 1 കിലോയുടെ കിട്ടി. കോഫി പൗഡർ, ചീസ്, ഇച്ചിരി തൈര്, പിന്നെ ഞാൻ പറയാതെ തന്നെ ലസ്സി വാങ്ങിച്ച്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് 5 പേർക്ക് 5 എണ്ണം വാങ്ങിച്ച്. അപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് അപ്പച്ചന് കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാബേജ് തോരനാണ് വെക്കുന്നത്. ഓയിലൊഴിച്ച് കടുകിട്ട് ഇത്തിരി ഉഴുന്ന് പരിപ്പ് ഇട്ടതിന് ശേഷം സവാള ഇട്ട് വഴറ്റി, പിന്നെ കുറച്ച് തേങ്ങ, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയതിന് ശേഷം കറിവേപ്പില ഇട്ട്, എന്നിട്ട് ഇച്ചിരി 1-2 പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കാബേജ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ട് ഇപ്പം നമ്മുടെ കാബേജ് തോരനും റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു മോരുകറിക്ക് വേണ്ടി. മോരും റെഡി ആയിട്ടുണ്ട്. അന്ന് റേച്ചാൻ ജോലി കഴിഞ്ഞ് വന്നോണ്ടേ എനിക്ക് കൊണ്ടുതന്ന സർപ്രൈസാണ് ഈ കുമ്പിളിൻ്റെ അകത്ത് കപ്പലണ്ടി ഇങ്ങനെ വറുത്ത് റോഡ് സൈഡ് ആൾക്കാരിരുന്ന് ഇങ്ങനെ വറക്കുവേ. അപ്പോൾ ഇത് പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, എനിക്കിഷ്ടമായതുകൊണ്ട് അത് കണ്ടോണ്ടേ ആൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന സൺഡേയിലത്തെ വീഡിയോയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലത്തെ കൂട്ടം ഒരു ബേക്കറി കയറിയതാണ്. ഞങ്ങൾ നാട്ടിലത്തെ കൂട്ടമുള്ള ഒരു ഇതും ഇല്ല, ഇവിടുത്തേതായ രീതിയിലുള്ള കുറച്ച് ചിക്കൻ്റേതായ, അതായത് ഇങ്ങനെ ഈർക്കിലൊക്കെ ചിക്കൻ ഇട്ടൊന്ന് ഗ്രില്ല് ചെയ്തു, അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.